ബന്ധനങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പാപം നിമിത്തമാണ്. അത് വ്യഭിചാരമായിരിക്കാം, അത് പോർണോഗ്രാഫി ആയിരിക്കാം, അത് സ്തോത്രം, അത് മദ്യപാനമായിരിക്കാം, അത് ദൂഷണങ്ങളായിരിക്കാം, വലുതായിരിക്കാം, ചെറുതായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ മുൻപിൽ ജൂനിയർ പാപവും സീനിയർ പാപവും ഇല്ല. ദൈവത്തിന്റെ മുൻപിൽ വലിയ പാപവും ചെറിയ പാപവും ഇല്ല. ദൈവത്തിന്റെ മുൻപിൽ പാപം പാപം തന്നെയാണ്. ദൈവത്തിന്റെ മുൻപിൽ പാസ്റ്റർ പാപം ചെയ്താലും പാപമാണ്, വിശ്വാസി പാപം ചെയ്താലും പാപമാണ്, സഭയ്ക്ക് പുറത്തു കിടക്കുന്നവൻ പാപം ചെയ്താലും പാപമാണ്. പാപം ഒരിക്കലും സ്തോത്രം നിനക്ക് നന്മ തരുന്നില്ല. റോഡിൽ ഹൈവേയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. സ്പീഡ് ത്രില്ല് ചെയ്യും, പിന്നെ അവസാനം കില്ല് ചെയ്യും, നിന്നെ കൊന്നുകളയും. ഇതുപോലെ പാപം നിന്നെ ഇന്ന് രസിപ്പിച്ചാൽ നാളെ തകർക്കുന്നതാണ് പാപം. ഈ തലമുറയിൽ, ഈ ദിവസങ്ങളിൽ പുൽപ്പുറ്റുകളിൽ നിന്ന് വളരെ കുറച്ച് കേൾക്കുന്ന ഒരു പദമാണ് പാപം. ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് പ്രോസ്പെരിറ്റിയാണ്, സമൃദ്ധിയാണ്, അനുഗ്രഹമാണ്, ഉണർവാണ്, അഭിഷേകമാണ്, അങ്ങനെയുള്ള പല പദങ്ങളാണ്. പക്ഷെ മനസ്സിലാക്കുക, നിന്നെ സ്പീഡ് ബോട്ടായി ഓടേണ്ട, നിന്നെ സ്പീഡ് ബോട്ടായി മുന്നിലേക്ക് അതേ കുതിക്കേണ്ട നിന്നെ കൊതുമ്പ് വള്ളമായി നിന്റെ സ്പീഡിനെ കുറയ്ക്കുന്നത്, നിന്നെ എത്തേണ്ട സ്ഥാനത്തെ എത്തിക്കാതെ പിശാച് തളച്ചിട്ടിരിക്കുന്ന കാര്യമാണ് പാപം.